ഒരിക്കൽ യമുനാ തീരത്ത് വിശ്രമിക്കുകയായിരുന്ന കൃഷ്ണാർജുനന്മാരുടെ സമീപം അസുരശില്പിയായ മയൻ വന്ന് വണങ്ങി നിന്നു. വിശേഷം തിരക്കിയ കൃഷ്ണനോട് മയൻ പറഞ്ഞു, ഖാണ്ഡവവനം അഗ്നിക്കിരയാക്കിയപ്പോൾ എന്റെ ജീവന് ഒരു പോറൽ പോലും ഏൽക്കാതെ പാർത്ഥൻ എന്നെ രക്ഷിച്ചതിന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. പ്രാണരക്ഷയ്ക്ക് പകരമായി ഞാൻ ഒന്നും സ്വീകരിക്കുകയില്ല. മാത്രമല്ല അത് അനുചിതവുമാണ്. അർജുനന്റെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, പാർത്ഥൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പിന്നെ മയന് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. മറ്റൊരു ശില്പിക്കും ഒരിക്കലും പണിയാൻ സാധ്യമല്ലാത്ത മനോഹരമായൊരു സഭാമന്ദിരം ഇന്ദ്രപ്രസ്ഥത്തിലെ പാണ്ഡവ രാജധാനിയിൽ പണിയുക. കൃഷ്ണന്റെ വാക്കുകൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ മയൻ സഭാമന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കലാവിരുതോടെ പണി കഴിച്ച മന്ദിരം രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. സ്ഫടികം പോലെ വെട്ടിത്തിളങ്ങുന്ന തറകളായിരുന്നു. അതുകൊണ്ട് സഭയിൽ കയറുന്നവർക്ക് സ്ഥല ജലഭ്രമം ഉണ്ടാവുകയും ചെയ്യും. 2 ആഴ്ച കൊണ്ട് സഭാമന്ദിരത്തിന്റെ പണി മയൻ പൂർത്തിയാക്കി. ശുഭമുഹൂർത്തം നോക്കി പാണ്ഡവർ സഭയിൽ പ്രവേശിച്ചു. ഒട്ടേറെ ജനങ്ങൾ സഭ സന്ദർശിക്കാനെത്തി. സഭാമന്ദിരത്തിന്റെ കീർത്തിയെക്കുറിച്ച് ഹസ്തിനപുരത്തിൽ ദുര്യോധനാദികളും കേൾക്കാനിടയായി. ശ്രീകൃഷ്ണൻ ദ്വാരക വിട്ടു പോന്നിട്ട് കുറെ നാളായതിനാൽ കുന്തിമാതാവിനോടും സുഭദ്ര, ദ്രൗപദി, പാണ്ഡവർ ഇവരോടെല്ലാം യാത്ര പറഞ്ഞ് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എഴുന്നള്ളിയ നാരദമുനിയെ പാണ്ഡവർ യഥായോഗ്യം സൽക്കരിച്ചാദരിച്ചു. ബ്രഹ്മസഭയെക്കാളും ശ്രേഷ്ഠമാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ സഭാമന്ദിരമെന്ന് മുനി അഭിപ്രായപ്പെട്ടു. പിതൃലോകത്ത് വച്ച് പാണ്ഡവരുടെ പിതാവായ പാണ്ഡുവിനെ കണ്ട കാര്യം സൂചിപ്പിച്ച നാരദ മഹർഷി, മക്കൾ ഒരു രാജസൂയ യാഗം കഴിക്കണമെന്നത് പാണ്ഡുവിന്റെ ആഗ്രഹമാണെന്നും അധികം വൈകാതെ അത് നിറവേറ്റണമെന്നും പാണ്ഡവരോട് പറഞ്ഞ ശേഷം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്രയായി. ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ കൃഷ്ണനുമായി പാണ്ഡവർ രാജസൂയത്തിന്റെ കാര്യം ചർച്ച ചെയ്തു. നാരദ മഹർഷി പറഞ്ഞ കാര്യം ശരിയാണ്. രാജസൂയം നടത്തേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ അതിനു മുന്നോടിയായി ജരാസന്ധനെ ജയിക്കണം. എങ്കിലേ രാജസൂയം എളുപ്പം നിർവഹിക്കാനാവൂ. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട പാണ്ഡവർ അത്ഭുതം കൂറി. അപ്പോൾ ഭഗവാൻ ജരാസന്ധന്റെ കഥ പറഞ്ഞു തുടങ്ങി. കാശിരാജാവിന്റെ ഇരട്ടപെറ്റ 2 പെൺകുട്ടികളെ മഗധയിലെ രാജാവായ ബൃഹദ്രഥൻ വിവാഹം ചെയ്യുകയുണ്ടായി. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും തനിക്ക് സന്തതികളൊന്നും ഉണ്ടായി കാണാത്തതിൽ ദുഃഖിതനായ ബൃഹദ്രഥൻ ഗൗതമപുത്രനായ ചണ്ഡകൗശികനോട് സങ്കടം ബോധിപ്പിച്ചു. ബൃഹദ്രഥന്റെ സങ്കട നിവാരണത്തിനായി ചണ്ഡകൗശികൻ ദിവ്യസിദ്ധിയുള്ള ഒരു മാമ്പഴം നൽകി. അത് ഭക്ഷിക്കുന്നവൾ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ആ മാമ്പഴം ബൃഹദ്രഥൻ തന്റെ 2 ഭാര്യമാർക്കുമായി പകുത്തുകൊടുത്തു. മാമ്പഴത്തിന്റെ പകുതി മാത്രം 2 പേരും ഭക്ഷിച്ചതിനാൽ 2 രാജപത്നിമാരും പകുതി കുട്ടികളെ വീതമാണ് പ്രസവിച്ചത്. ദുഃഖിതനായ ബൃഹദ്രഥൻ ആ 2 മാംസപിണ്ഡങ്ങളെയും ദൂരവനത്തിൽ ഉപേക്ഷിച്ചു. അവിടെ പാർത്തിരുന്ന ജര എന്നു പേരുള്ള ഒരു രാക്ഷസി മാംസപിണ്ഡങ്ങളെ ചേർത്ത് വെച്ചപ്പോൾ അതൊരു മനുഷ്യക്കുഞ്ഞായി കരച്ചിൽ ആരംഭിച്ചു. പുത്രദുഃഖത്താൽ വിവശനായ ബൃഹദ്രഥന് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചുകൊണ്ട് രാക്ഷസി നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. രാജപത്നിമാരുടെ ഗർഭത്തിൽ ഉണ്ടായ ആ മാംസപിണ്ഡങ്ങളെ ജര സന്ധിപ്പിച്ചതിനാൽ രാജാവ് തന്റെ പുത്രന് ജരാസന്ധൻ എന്ന് നാമകരണം നടത്തി. ജരാസന്ധൻ ബലവാനായ യുവാവായി തീർന്ന അവസരത്തിൽ ബൃഹദ്രഥൻ അയാളെ രാജ്യഭാരം ഏൽപ്പിച്ച് പത്നിമാരോടൊത്ത് തപസ്സനുഷ്ഠിക്കാൻ കാട്ടിലേക്ക് പോയി. കാലക്രമേണ അജയ്യനായ രാജാവായി തീർന്ന ജരാസന്ധൻ തന്റെ മക്കളെ മധുരാപുരിയിലെ രാജാവായ കംസനാണ് വിവാഹം ചെയ്തു കൊടുത്തത്. കംസനെ കൊന്ന എന്നോട് ജരാസന്ധന് കടുത്ത ശത്രുതയാണ്. ഭീമാർജുനന്മാർ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ ജരാസന്ധനെ വധിച്ച് രാജസൂയ നിർവഹണം നമുക്ക് സുഖകരമാക്കാം. ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട പാണ്ഡവന്മാർക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജരാസന്ധ വധത്തിനായി ഭീമനും പാർത്ഥനും സന്തോഷപൂർവം കൃഷ്ണനോടൊപ്പം യാത്രയായി. ബ്രാഹ്മണരുടെ വേഷത്തിൽ മഗധയുടെ തലസ്ഥാനമായ ഗിരിവജ്രത്തിലെത്തിയ കൃഷ്ണ ഭീമാർജുനന്മാർ ജരാസന്ധൻ നൽകിയ സൽക്കാരങ്ങളൊന്നും സ്വീകരിച്ചില്ല. മറിച്ച് തങ്ങളിൽ ഒരാളോട് ദ്വന്ദ്വയുദ്ധത്തിന് വരണമെന്ന് ജരാസന്ധനോട് അവർ ആവശ്യപ്പെട്ടു. കൂട്ടത്തിൽ തടിമെടുക്കുള്ള ഭീമനെയാണ് ജരാസന്ധൻ ദ്വന്ദ്വയുദ്ധത്തിനായി തിരഞ്ഞെടുത്തത്. ഭീമനും ജരാസന്ധനുമായി നടന്ന കടുത്ത ദ്വന്ദ്വയുദ്ധം 14 ദിവസത്തോളം നീണ്ടുനിന്നു.
ഒടുവിൽ ജരാസന്ധനെ രണ്ടായി വലിച്ചു കീറി എതിർ ദിശയിലേക്ക് എറിയാൻ കൃഷ്ണൻ കാണിച്ചു കൊടുത്ത സംജ്ഞ മനസ്സിലാക്കിയ ഭീമൻ ജരാസന്ധനെ രണ്ടായി വലിച്ചു കീറി എതിർ ദിശയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ അവനെ കാലപുരിയിലേക്ക് അയച്ചു. ജരാസന്ധ വധത്തിനു ശേഷം അവിടെ തടവിലായിരുന്ന രാജാക്കന്മാരെയെല്ലാം മോചിപ്പിച്ച് ജരാസന്ധ പുത്രനായ സഹദേവനെ മഗധയിലെ രാജാവായി കൃഷ്ണൻ വാഴിച്ചു.